ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ആരാണ് അനുമോളുടെ ഹസ്ബൻഡ്? ക്ലിയറായി കൃത്യമായിട്ട് ഹസ്ബൻഡിന് എന്ത് ജോബ് എല്ലാം അനുമോള് പറയുന്നുണ്ട്. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ A to Z നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് ഒന്നൊന്നായിട്ട് കേൾക്കാം. അതിനു മുമ്പ് അനുമോളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് മടിക്കാതെ ലൈക്ക് ചെയ്യാം. നമുക്ക് നോക്കാം അനുമോളെ എത്ര പേർക്ക് ഇഷ്ടമെന്ന്. കുഞ്ഞു വിരൽ കൊണ്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ഞെക്കിയേക്കാണ്. നമുക്ക് ഒന്നൊന്നായിട്ട് കേൾക്കാം. നമ്മുടെ രാവിലത്തെ മെയിൻ വെഡ്ഡിങ്, അതായത് നമ്മുടെ ഗുരുവായൂരിലെ മെയിൻ വെഡ്ഡിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ചെയ്യാനായിട്ട് ഇവിടെ പ്രോപ്പർട്ടിയിൽ വന്നു. അത് കഴിഞ്ഞ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സമയം 3 മണിയായി. 3 മണിയായോ? യെസ്, കറക്റ്റ് 3 മണിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. വളരെ കുറച്ച് പേര്, 100 പേരെ ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ. ഫാമിലി മെമ്പേഴ്സായിരുന്നു കൂടുതലും. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുറച്ച് പേരെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഞാൻ റിസപ്ഷനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. കാരണം വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആഘോഷിക്കാൻ പറ്റി അല്ലേ? അതെ, മൊത്തത്തിൽ മേക്ക് ഓവർ ആണെങ്കിലും എല്ലാം ഭയങ്കര ഭംഗിയായിരുന്നു കാണാനൊക്കെ. മേക്കപ്പ്, സിജൻ്റെ മേക്കപ്പ്, പിന്നെ നമ്മുടെ ജ്വല്ലറിക്ക് ഒരുപാട് പേർക്ക് ജ്വല്ലറി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഭീമയിൽ നിന്നാണ് ഞാൻ ജ്വല്ലറി എടുത്തിരിക്കുന്നത്. പിന്നെ വേറെ എന്താ, ഇത് മൊത്തത്തിൽ സ്റ്റൈൽ ചെയ്തത് നമ്മുടെ അമൃതയാണ്, സ്റ്റൈലിസ്റ്റ് അമൃതയാണ്. ഓക്കെ, നല്ല രസകരമാണ് കേൾക്കാൻ. ബാക്കിയും കൂടി കേൾക്കാം. അപ്പം എല്ലാവരും ഒത്തിരി സന്തോഷവും നന്ദിയുണ്ട്. കാരണം ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് ഭംഗിയായിട്ടാണ് എല്ലാവരും എനിക്കത് ചെയ്തു തന്നത്. അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും നമ്മുടെ ഇവൻറ്റ് ടീം, ഗ്രാൻഡോയ്, അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡോ എനിക്ക് നന്നായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൽ മെയിൻ കേരള വെഡ്ഡിങ് ഇവിടം കൊണ്ട് കഴിയുകയാണ്. ഇനി ഒരു തമിഴ് വെഡ്ഡിങ് കൂടെ ഞാൻ ഷൂട്ട് ചെയ്യാണ്. ഭുവൻ തമിഴായതുകൊണ്ട് ഞങ്ങൾ ഒരു തമിഴ് ഫോട്ടോഷൂട്ടും കൂടെ ചെയ്യുന്നുണ്ട്. അതെ, അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം പറയാം, ഭുവൻ ഇനി എന്താ പറയാ, അവർക്ക് ഇഷ്ടപ്പെട്ടോ ഡ്രസ്സൊക്കെ? ഭുവന്റെ ഡ്രസ്സ് ബൈ അഞ്ജലി ആട്ടോ. ரொம்ப இஷ்டப்பட்டு லைக் இதோட டிசைன்ஸ் எல்லாமே ரொம்ப லைக் சூப்பரா இருக்கு. നല്ല நான் வந்திருக்கோம், நிறைய பேர் சொல்லிட்டு இருந்தாங்க காஸ்டியூம் சூப்பரா இருக்குல்ல. അത് നമ്മൾ റെഫറൻസ് ഭുവൻ അറിയില്ലായിരുന്നു റെഫറൻസിന്റെ കാര്യം. കാരണം കോസ്റ്റ്യൂമിനെ പറ്റി ഭുവൻ ഒന്നും അറിയില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം A to Z ആയിട്ടുള്ള എല്ലാ ഔട്ട്ഫിറ്റും, റിസപ്ഷൻ്റെ ഔട്ട്ഫിറ്റ് പോലും ഭുവനേഷിന് അറിയത്തില്ല. മെഷർമെന്റ് മാത്രം ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി വെച്ച് തരാം. അതായത് നല്ലൊരു മനുഷ്യനാണ് അനുമോളുടെ ഹസ്ബൻഡ്. ബാക്കിയും കൂടി കേൾക്കാം. അപ്പം ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ ഫംഗ്ഷൻ്റെയും ഔട്ട്ഫിറ്റ് ഭുവനേഷ് അന്നാണ് കാണുന്നത് അല്ലേ? പക്ഷേ ഇതുവരെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഭുവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്നത്തെ ഔട്ട്ഫിറ്റ് കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബൈ അഞ്ജലി എന്നാണ് നമ്മൾ ഔട്ട്ഫിറ്റ് ചെയ്തിരുന്നത്. ഭയങ്കര ഹാപ്പിയിലാണ്. പിന്നെ കുറച്ച് ടയേർഡും ആണ്. കാരണം ഇത്രയും ടൈം രാവിലെ നമ്മൾ ഉറങ്ങാതെ ഇരുന്ന് ആ ഒരു നിമിഷത്തിൽ 2 days ഞാൻ കുറച്ച് ദിവസമായി ഉറങ്ങിയിട്ട്. ഭുവനേഷ് ഇന്നലെയൊക്കെ ഉറങ്ങി 12 മണി. ഞാനോ? നമ്മ ഇന്ന് ഒരു ടൈം സാപ്പിട്ടെ. ഇന്നലെ ഒരു ടൈം, ഞാൻ ഇന്നലെ ഒരു ടൈം നൈറ്റ്. ഭുവൻ ഒരു ടൈം ഒരു ചപ്പാത്തി. ഞാനും 2 ചപ്പാത്തി. ഞാൻ 2 ചപ്പാത്തി കഴിച്ചു. അപ്പോൾ നമ്മൾ എന്തിനാ ചപ്പാത്തിൻ്റെ കഥ പറയാനാ? ഓക്കെ, അപ്പോൾ എന്താ പറയാൻ വന്നേ? അങ്ങനെ എന്താ പറയേണ്ടത് സത്യം പറഞ്ഞ എനിക്കറിയില്ല കേട്ടോ, സത്യമായിട്ടും. ഒരുപാട് കഷ്ടപ്പെട്ട്. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം, എന്തൊരു മാച്ചാണല്ലേ ഈ അനുമോളും ഈ പറയുന്ന ഭുവനും. വളരെ വളരെ മാച്ചാണ്. നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. ഒരുപാട് കഷ്ടപ്പെട്ടോ? അത് നമ്മുടെ കല്യാണത്തിന്റെ ഭാഗമാണ്, ഒരു പാർട്ടാണല്ലോ ഇതൊക്കെ കഷ്ടപ്പെടാന്നുള്ളത്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് എപ്പോഴും കിട്ടത്തില്ല. കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് കിട്ടുള്ളൂ. രാവിലെ എണീറ്റ് നമ്മൾ ഉറങ്ങാതെ രാവിലെ അമ്പലത്തിൽ പോയി താലി കെട്ടുക, അവിടെ നിന്ന് നേരെ വന്ന ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് ലൊക്കേഷൻ പോയി വേറൊരു മേക്ക് ഓവറിൽ പോവുക, നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ വന്ന് നമ്മളെ അതെ നമുക്കൊന്ന് ബ്ലെസ്സിങ് തന്ന് നമ്മളോട് ഭയങ്കര സ്നേഹത്തിൽ നിന്ന്, അപ്പോൾ അവരോട് എൻജോയ് ചെയ്ത് ഈ ഒരു ഫംഗ്ഷൻ നന്നായിട്ട് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നത് അത് നമുക്ക് എപ്പോഴും വരുന്നില്ല. ഇനി വേറൊരു സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇനി അടുത്ത് ബേബിയോ അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ആയിരിക്കും നെക്സ്റ്റ് പ്ലാൻ. ഇപ്പോഴില്ല കേട്ടോ, നെക്സ്റ്റ് പ്ലാൻ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഇതുപോലെ നമ്മളെല്ലാവരെയും കാണുന്നത്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എത്ര ടയേർഡാണെങ്കിലും ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ബാക്കി വെച്ച് തരാം. അതായത് പാവം അനുമോൾ നല്ല ടയേർഡാണ്. രാവിലെ തന്നെ, അതായത് 2 ദിവസം മുമ്പേ തുടങ്ങിയതാണ് ഈ പരിപാടി. എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. എനിക്കിഷ്ടമാണ് ഇതൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. വേറെ എന്താ, അപ്പം ഈ ഒരു കല്യാണമൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. പല മീഡിയ
പേജിലും വന്നിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ എല്ലാവരും കണ്ടു, ഒരുപാട് കമൻസൊക്കെ ഞാൻ കണ്ടു, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും സാരമില്ല, പോസിറ്റീവ് ഇടുന്നവരും നെഗറ്റീവ് ഇടുന്നൊക്കെ അത് അവരുടെ ഇഷ്ടമാണ്. എന്തായാലും പോസിറ്റീവ് ഇട്ട ആൾക്കാരോട് പറയാമെന്ന് വെച്ചാൽ ഒത്തിരി സന്തോഷം. ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് എല്ലാവരുടെയും സ്നേഹവും പിന്നെ എല്ലാവരോടും സ്നേഹം മാത്രം. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ വേണം. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ ഇനി മുതൽ ഭുവനേഷിനെ ഏറ്റെടുക്കുക, ഭുവനേഷിനെ അതുപോലെ സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുക. ആക്ച്വലി ഭുവനേഷിൻ്റെ എന്താണ് ഫീൽഡ്, എന്താണ് ഒരുപാട് ഞാൻ ഇത് ക്യാപ്ഷനൊക്കെ കണ്ടു. ഓക്കെ, ബാക്കി വെച്ച് തരാം. അതായത് ഭുവനേഷ് ഒരു തമിഴനാണ്, മലയാളം ഇത്തിരി പോലും അറിയാത്ത ഒരാളാണ്. എന്തുകൊണ്ട് അനുമോള് സെലക്ട് ചെയ്തു? ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം, ചിലപ്പോൾ അതിൽ പറയും. ആക്ടറെന്നൊക്കെ ആക്ടർ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ആക്ടറോ? അപ്പം എന്താണ്, ഏതാണ്, ഏത് ഫീൽഡ്, ഏത് പ്രൊഫഷൻ എന്നൊക്കെ ഉള്ളത് ഞാൻ വഴി അറിയിക്കാം, അല്ലേ ബുവ? യെസ്. പക്ഷെ ബുവ ഒന്നും ബുവൻ്റെ വേണ്ട, ആ പ്രൊഫഷൻ എന്താണെന്നുള്ളത് ബുവ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ലല്ലേ. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിത്തരാം. വേറെന്താ, പിന്നെ ബുവൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, പിന്നെ എവിടെയാണ് വീട്, സ്ഥലം, അതൊക്കെ ഞാൻ വഴിയെ എൻ്റെ വ്ളോഗിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുള്ളും കാണിക്കാൻ പോകുന്നതെല്ലാം കല്യാണ വിശേഷങ്ങളും ഹൽദി, മെഹന്തി, പ്രീ വെഡിങ് അങ്ങനെയുള്ളതും പർച്ചേസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചു. അതുകൂടാതെ വേറൊരു സർപ്രൈസും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. അത് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഷോക്കാവും. ഇതൊക്കെ എപ്പോൾ എന്ന് ആ ഒരു ഷോക്ക് നിങ്ങൾക്ക് വരും. അതെന്താന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഈ വീഡിയോ എല്ലാം ഇട്ട് ഇൻസ്റ്റയിൽ എല്ലാ വീഡിയോയും പോസ്റ്റും പ്രീ വെഡിങ്ങും ഹൽദി എല്ലാം ഇട്ട് പോസ്റ്റ് വെഡിങ് വരെ കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു പോസ്റ്റ് വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ. അത് എന്താണെന്നുള്ളത് ഓക്കെ, ബാക്കി വെച്ച് തരാം. അതായത് അനുമോൾ പറയുന്നത് എന്തോ മഹത്തായ വലിയൊരു സർപ്രൈസ് നമ്മളോട് പറയാനുണ്ട്. എന്തായിരിക്കും അല്ലേ? ഞാൻ എന്തായാലും അനുമോൾ പറഞ്ഞാൽ കൊണ്ടുവരാം. തൽക്കാലം ബാക്കിയും കൂടി കേൾക്കാം. സർപ്രൈസ് ആണ് കേട്ടോ. അത് ആർക്കും അറിയത്തില്ല, ഫാമിലി മാത്രം ഉള്ളവർക്ക് മാത്രം അറിയാം. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആ ന്യൂസും പോയിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, സാരമില്ല. അപ്പം അത് നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ നമ്മളത് അറിയിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. കാരണം ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, വാട്സപ്പ് ഉൾപ്പെടെ. ഒരുപാട് പേര് എനിക്ക് വിളിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇനി അറിയില്ല ഇനി ആരൊക്കെ മെസ്സേജ് അയക്കുമ്പോഴാണ് ദൈവം ആരൊക്കെ വിളിച്ചില്ല എന്നുള്ളതെന്ന് അറിയുന്നത്. കാരണം കല്യാണം ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഫുൾ ടെൻഷനും കാര്യങ്ങളാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ എന്തായാലും കല്യാണം വിളിച്ചില്ല എന്നുള്ള പരാതി എന്തായാലും ഞാൻ കേൾക്കും. അപ്പം നിങ്ങൾ വെറും എന്താ പറയുക, തിരിച്ചത് എന്നോട് ദേഷ്യമൊന്നും പാടില്ല. കാരണം നമുക്ക് ഇത്ര ആളെ വിളിക്കണം എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ട്, ഒന്നാമത്തെ കാര്യം. പിന്നെ ഓക്കെ, ബാക്കി വെച്ച് തരാം. അതായത് അനുമോളൊക്കെ ആര് വിളിച്ചാലും പോവും, വിളിച്ചില്ലെങ്കിലും പോവും. അങ്ങനെ ഒരു ആർട്ടിസ്റ്റാണ്, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് അനുമോള്. ബാക്കിയും കൂടി കേൾക്കാം. ഒന്നും പാടില്ല. കാരണം നമുക്ക് ഇത്ര ആളെ വിളിക്കണം എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ട്, ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും വലുത്. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹം എപ്പോഴും ഉണ്ടാവണം. എവിടെയെങ്കിലുമൊക്കെ വെച്ച് എന്നെ സ്നേഹിക്കുന്നവരെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം, എന്നെയും ഭുവനെയും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ഓക്കെ, അങ്ങനെ കാണുന്നവരൊക്കെ ഒരുപാട് പേര് വന്ന് എന്നോട് സംസാരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വേറൊന്നും പറയാനില്ല, ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പതിയെ വരും. ബൈ. എന്തെങ്കിലും പറയണ്ട? எல்லாத்தையும் நீயே பதிஞ்சிட்டு எல்லாத்தையும் A to Z இவ்வளோ பண்ணிட்டா. ஆனால் லைக் ஒருபாடு ரொம்ப லைக் இந்த ஃபங்க்ஷனுக்கு ரொம்ப கஷ்டப்பட்டான். அது மாத்திரம் எனக்கு மனசிலாச்சு. நானா? ஏன்னா எல்லா ஒர்க்கும் இப்போ தான் பார்த்தா சிங்கிள் ஒரு உமனா சிங்கிளாக சிங்கப்பெண்ணு பாருடா. சிங்கப்பெண் தமிழ்நாட்டில் சிங்கப்பெண் அறியோ? ஆமாம், കേരളത്തിൽ എല്ലാവരും എന്നെ സിംഗപ്പെണ്ണെന്നാ വിളിക്കുന്നത്. സിംഗപ്പെണ്ണേ ഒരു സോങ് ഇല്ലേ? சிங்கிளாக எல்லா காரியமும் இப்போ தான் பார்த்துக்கிட்டேன். A to Z எதுவுமே கிடையாது. இதோட ஃபுல் ஹார்ட் ஒர்க் மட்டும்தான் இந்த மேரேஜ் ஃபுல்லாகவே. പക്ഷെ ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഭുവന്റെ സപ്പോർട്ട് ഉണ്ടായില്ല. പക്ഷെ ഭുവന് എല്ലാം സിമ്പിളായിട്ട് നടത്തണം എന്നാണ് ആഗ്രഹം. ഗുരുവായൂർ ടെമ്പിളിൽ മാരേജ് സ്റ്റോപ്പ്, അത് മതി എന്ന് പറഞ്ഞൊരാളാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, കല്യാണം ഒന്നേ ഉള്ളൂ പോവാ. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് എനിക്ക് കല്യാണം നടത്തണം, ഇതുപോലെ വലിയ ഗ്രാൻഡായിട്ട് നടത്തണം. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം, നല്ല അടിപൊളിയായിട്ട് അനുമോൾ ഇനി ജീവിക്കട്ടെ എന്നാണ് നിലവിൽ കാണുമ്പോൾ രോമാഞ്ചമാണ് തോന്നുന്നത്. ബുവാ എന്നൊക്കെ വിളിച്ചിട്ട്. നമുക്ക് എന്തായാലും അവസാനത്തെ ഒരു ക്ലിപ്പ് കേട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.
എനിക്കിതുപോലെ കുറച്ച് ആൾക്കാരെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ ഫംഗ്ഷനും വെക്കണം എന്നൊക്കെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് കേട്ടോ, സത്യം പറയാമല്ലോ. കുറേ നാളത്തെ ആഗ്രഹമാണ് എനിക്ക്. ഈ പ്രീ വെഡ്ഡിങ് വെക്കണം, ബ്രൈഡ് ടു ബി വെക്കണം, ഹൽദി വെക്കണം, മെഹന്തി വെക്കണം, പിന്നെ ക്രിസ്ത്യൻ ബ്രൈഡൽ ഷൂട്ട് ചെയ്യണം, അങ്ങനെയുള്ള തമിഴ് വെഡ്ഡിങ് ഷൂട്ട് ചെയ്യണം. ഇതൊക്കെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ്. അതൊക്കെ നടന്നു കഴിഞ്ഞു, ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞു. അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങൾ കാണണം, യൂട്യൂബിലിടും ഞാൻ ആ വീഡിയോ, കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള എല്ലാ വിശേഷങ്ങളും നമ്മുടെ ലൈഫിലുള്ള ഓരോ ദിവസത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും അല്ലേ. ഇനി ഒരാളുണ്ട്, പോവാൻ ഭയങ്കര എഡിറ്ററും കൂടിയാട്ടോ. പിന്നെ നമുക്കൊരു പുതിയ എഡിറ്ററിനെ കിട്ടിയിട്ടുണ്ട്, അഖിൽ. അപ്പോൾ നമ്മുടെ ക്യാമറ ചെയ്യാൻ നമുക്ക് ഷിഞ്ചുവിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓളിനുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ കിരൺ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഹാപ്പിയാണ്, കാരണം സംസാരിച്ചാൽ മാത്രം മതി, അവരെന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. പിന്നെ ഭൂവനും ബാക്ക് സപ്പോർട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് അനുമോൾ പറയുന്നത്. തൽക്കാലം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയി വിടാൻ വരാം. ഓക്കെ, ബൈ.